പഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി രാകേഷ് സാർ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ GLP സ്കൂളിൽ മാലിന്യമുക്ത നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി അതിൻ്റെ ഒരു ക്യാമ്പയിൻ എല്ലാ നമ്മുടെ വീടുകളിൽ എത്തിക്കൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ മുഴുവൻ അതേപോലെ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സപ്നാനസ് പരിപാടിയിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വേദിയിലിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമുക്കൊരു പ്രതിജ്ഞയോടുകൂടി ഇതിന്റെ ഒരു പ്രതിജ്ഞയോടുകൂടി കാര്യങ്ങൾ തുടങ്ങാം. സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഓരോ സ്കൂളിൽ നിന്നും എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പിയല്ലേ? ആണല്ലോ. പക്ഷെ ഇത്ത കണ്ട അങ്ങനെ തോന്നുന്നില്ല പലരുടെയും. സ്കൂളിൽ നിന്ന് വിട്ടു വന്നതിന്റെ ഒരു വിഷമം എല്ലാവരും നോക്കി കാണുന്നുണ്ട്. സ്കൂളിൽ പോണതാണോ ഇഷ്ടം, അങ്ങനെ ഇരിക്കണം ഇഷ്ടം. പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ പുറകിലാണ്. എന്താ? ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ പുറകിലാണ്. ശുചിത്വം മാലിന്യ സംസ്കരണ രംഗത്ത് കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹരിതസഭ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കിഴാറ്റൂർ ALP സ്കൂളിൽ സ്കൂൾ തല പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കിഴാറ്റൂർ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഹരിതസഭയിൽ വിദ്യാലയത്തിൽ നിന്ന് 6 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. നിലവിൽ വിദ്യാലയത്തിലെ ശുചിത്വമാകുന്ന സംസ്കരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് നോഡൽ ഓഫീസറായി ജിബിൻ മാസ്റ്ററെ തെരഞ്ഞെടുത്തു. വിദ്യാലയങ്ങളിൽ നിന്നും ഹരിതസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 6 വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അവസ്ഥ വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശിച്ചു. മാലിന്യങ്ങളുടെ തോത് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ കുട്ടികളും തങ്ങളുടെ ക്ലാസ്സിലെ മാലിന്യങ്ങൾ ഏതൊക്കെയാണെന്നും അവയുടെ അളവ് എത്രയാണെന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചു. കിഴാറ്റൂർ ALP സ്കൂളിൽ താഴെ പറയുന്ന മാലിന്യങ്ങളാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. 1. ദ്രവമാലിന്യങ്ങൾ. 2. ഘനമാലിന്യങ്ങൾ. 3. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. 4. E-waste. ഒരു പൊതുവിദ്യാലയം എന്ന നിലയിൽ നിരവധി കുട്ടികൾ പഠിക്കുന്നതിനാൽ ദിനേന ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ പ്രത്യേകം സംവിധാനങ്ങൾ ആണ് ഒരുക്കിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഓരോ ക്ലാസ്സിലും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ തരാൻ ശ്രമിച്ചത് പ്രധാനമായും കടലാസ് കഷ്ണങ്ങൾ
കർശന നിർദ്ദേശം PTA മുന്നോട്ട് വെച്ചു. JRCയുടെ കീഴിൽ കുട്ടികൾ എഴുതി മഷി തുറന്ന പ്ലാസ്റ്റിക് പേനകൾ ഒരു പെട്ടിയിൽ വെച്ച് ഗുണിക്കാൻ തുടങ്ങി. അവ ഉപയോഗിച്ച് വിവിധ വസ്തുക്കൾ നിർമ്മിക്കാൻ കുട്ടികളെ പരിശീലിപ്പിച്ചു. പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള നിർമ്മാണം കുട്ടികൾക്ക് ഏറെ കൗതുകം നിറഞ്ഞതായിരുന്നു. അടുക്കളയിൽ നിന്ന് പാത്രം കഴുകിയാണ് അരി കഴുകിയ മണ്ണിനടിയിൽ തയ്യാറാക്കാൻ കുഴിയിലേക്കാണ്. ഈ കുഴി സ്ലാബ് വെച്ചുള്ളതാണ്. പച്ചക്കറി വേസ്റ്റുകൾ അടുക്കളത്തോട്ടത്തിൽ വളമായി മാറുന്നു. വിദ്യാലയത്തിലെ ഈ വേസ്റ്റ് വർഷത്തിലൊരിക്കൽ PTA-യുടെ അനുവാദത്തോടെ പുറമേ ഉള്ള ഏജൻസികൾ വന്നു കൊണ്ടുപോകും. ബൾബുകൾ, ബാറ്ററികൾ എന്നിവയാണ് പ്രധാനമായും ഉണ്ടാകുന്ന ഈ മാലിന്യങ്ങൾ. വിദ്യാലയത്തിൽ നടന്ന മറ്റു പ്രവർത്തനങ്ങൾ: ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാലയത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ. 1. പ്ലാസ്റ്റിക് രഹിത സ്കൂൾ മാലിന്യമുക്തം നയം നിർമ്മിക്കുക. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക. 2. കൊളാഷ് നിർമ്മാണം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന്റെ ആഘാതത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ഒരു പോസ്റ്റർ നിർമ്മാണ മത്സരം സംഘടിപ്പിക്കുക. 3. ആൾട്ടർനേറ്റീവ് മെറ്റീരിയൽസ് വർക്ക്ഷോപ്പ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് പകരമുള്ള വസ്തുക്കളെ കുറിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഒരു വർക്ക്ഷോപ്പ് നടത്തുക. പേപ്പർ കാരി ബാഗ് നിർമ്മാണം. പെൻ സ്റ്റാൻഡ്, മഷിപ്പേന. 4. ഇന്റർ ക്ലാസ് മത്സരം ഫോർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഓരോ ക്ലാസ്സിലെയും ദിവസവും ലഭിക്കുന്ന മാലിന്യങ്ങളുടെ അളവ് പരിശോധിച്ച് കുറവ് ലഭിക്കുന്ന ക്ലാസ്സിനെ അഭിനന്ദിക്കുക. 5. വേസ്റ്റ് സോർട്ടിംഗ്. ക്ലാസ്സിൽ ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള മാലിന്യങ്ങളെ മികച്ച രീതിയിൽ തരംതിരിക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കിപ്പിക്കുക. 6. ചെക്ക് ലിസ്റ്റ്. സ്കൂളിലും വീട്ടിലും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ കണക്കെടുപ്പ്. 7. സ്റ്റീൽ ബോട്ടിൽ ക്യാമ്പയിൻ. കുടിവെള്ളത്തിനായി വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം സ്റ്റീൽ ബോട്ടിൽ കൊണ്ടുവരാൻ നിർബന്ധിക്കുന്നു.
സാധനങ്ങൾ ഇട്ടുകൊണ്ട് പോകുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. വീടുകളിൽ ഇത് തന്നെയാണ് സ്ഥിതി. സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്ക് പോകുന്നവർ ആരും വീട്ടിൽ നിന്ന് കവറെടുത്തു പോകാറില്ലെന്നാണ് അഭിപ്രായപ്പെട്ടത്. തുടക്കം വീട്ടിൽ നിന്ന്. മാലിന്യ സംസ്കരണം എത്രത്തോളം മെച്ചപ്പെടാനുണ്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഓരോ കുട്ടിയെയും നിശ്ചയചോദ്യങ്ങളുമായി സ്വന്തം വീട്ടിലേക്ക് അയച്ചു. അതിൽ നിന്ന് അവർക്ക് കിട്ടിയ തിരിച്ചറിവ് ഞെട്ടിക്കുന്നതായിരുന്നു. ചോദ്യങ്ങളും അവയുടെ ക്രോഡീകരണവും. അടുക്കളയിലെ പാത്രം കഴുകിയ വെള്ളം എങ്ങോട്ടേക്കാളും ഓടി വരുന്നതെന്ന ചോദ്യത്തിന് അടിച്ചുകൂടിയ കുഴിയിലേക്ക് 63% പേരും പറമ്പിലേക്ക് ഒഴുകിടുമെന്ന് 38% പേരുമാണ് ഉത്തരം പറഞ്ഞത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് 3.48% പേരും ഇല്ല എന്ന് 96.51% പേരുമാണ് ഉത്തരം പറഞ്ഞത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുഴിച്ചിടാറുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് 1.16% പേരും ഇല്ല എന്ന് 98.83% പേരുമാണ് ഉത്തരം പറഞ്ഞത്. ഹരിതകർമ്മസേന നമുക്ക് മാലിന്യങ്ങൾ തരംതിരിച്ച് കൈമാറുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാം ഒന്നിച്ച് കൈമാറുമെന്ന് 47.67% പേരും തരംതിരിച്ച് കൈമാറുമെന്ന് 52.32% പേരുമാണ് ഉത്തരം പറഞ്ഞത്. എല്ലാം പിന്നും ഒന്നല്ല, എല്ലാ വസ്തുവും ഒന്നിച്ചല്ല എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ 23 പേരാണ് ഹരിതകർമ്മസേനയായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിൽ വരുന്നുണ്ടാവും. 2 പേര് വെച്ചിട്ട് ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമോ അല്ലെങ്കിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാരണം നിങ്ങൾ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും ഞങ്ങൾ കേട്ടു. കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇത് നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും എന്തെങ്കിലും സംശയം ഞങ്ങളെക്കുറിച്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. നമ്മുടെ ഹരിതസഭ വളരെ നല്ല രീതിയിൽ ഇവിടെ നടന്നു. നമ്മുടെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഹാളിൽ വെച്ച് മീറ്റിംഗ് കൂടിയിരുന്നു. ആ മീറ്റിംഗിൽ വന്ന വിദ്യാലയങ്ങളുടെ പ്രതിനിധികളെ പ്രതികരിച്ചു വന്ന അധ്യാപകരുമായി സംബന്ധിച്ചുകൊണ്ടാണ് അവരുടെ കൂടിയ സമ്മതത്തോടു കൂടിയാണ് നമ്മൾ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ഈ ചുമതല ഏൽപ്പിച്ചത്. മീറ്റിങ്ങുകളിൽ എല്ലാ വിദ്യാലയങ്ങളും അറിയപ്പെടുന്ന മുറയ്ക്ക് കൃത്യമായി പങ്കെടുക്കുകയും നിങ്ങൾ അഭിപ്രായം പറയുകയും വേണം. ഈ ഹരിതസഭയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് പഞ്ചായത്തിലെ. പക്ഷേ നമുക്ക് കഴിയാത്തത് നിങ്ങൾക്കറിയാമല്ലോ, ചില പ്രായോഗിക വശങ്ങളുണ്ട്. ആ ഓരോ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളെയും പ്രതിനിധീകരിച്ചാണ് കുട്ടികൾ എത്തിയിട്ടുള്ളത്. നിങ്ങൾ സ്കൂളിൽ ചെന്ന ശേഷം എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളാണ് കൊടുക്കേണ്ടത്. എല്ലാ കുട്ടികളെയും കൂട്ടി മാലിന്യങ്ങൾ 5 തരത്തിലുള്ള നിങ്ങൾക്കറിയാം. ജൈവം,